എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ജാനുവരി 2024 നടക്കാൻ പോകുന്ന സെറ്റ് സുവോളജി എക്സാമിനേഷന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള 1 month സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സോ ഈ അവസാന ആഴ്ചകളിൽ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കേണ്ട, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സുവോളജി സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സും അതിന് ബേസ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസും ആണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ടോസ് അക്കാഡമിയിൽ സെറ്റ് കോച്ചിങ് കൂടാതെ നെറ്റ്, KTET, HSST, HSA, LPUP കോച്ചിങ്ങും അവൈലബിൾ ആണ്. സെറ്റ് സുവോളജിയുടെ സിലബസിൽ ടോട്ടൽ ആയിട്ട് 6 യൂണിറ്റ് ആണ് വരുന്നത്. ആദ്യത്തെ യൂണിറ്റിൽ വരുന്നത് ടാക്സോണമി, ആനിമൽ ഡൈവേഴ്സിറ്റി ആൻഡ് അപ്ലൈഡ് സുവോളജി. രണ്ടാമത്തെ യൂണിറ്റിലെ എവല്യൂഷൻ, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എത്തോളജി. യൂണിറ്റ് 3 Physiology, Immunology and Developmental Biology. Unit 4 Biochemistry, Biophysics and Biostatistics. Unit 5 Genetics, Biotechnology and Microbiology. And finally Unit 6 Cell Biology, Molecular Biology and Bioinformatics. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 6 യൂണിറ്റിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. എല്ലാ യൂണിറ്റും കൃത്യമായിട്ട് പഠിക്കുക. പക്ഷെ ചില യൂണിറ്റിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങളും അങ്ങനെയുള്ള ടോപ്പിക്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ടാക്സോണമിയാണ്. അപ്പൊ സിലബസിലെ എല്ലാ കാര്യങ്ങളും ഈ അവസാനത്തെ ഒരു മാസത്തിൽ പഠിച്ചു തീർക്കാനായിട്ട് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണ് ഇവിടെ പറയുന്നത്. സോ ടാക്സോണമിയിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ് ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ന്യൂമറിക്കൽ ക്ലാസിഫിക്കേഷൻ. അതേപോലെ തന്നെ ക്ലാഡിസ്റ്റിക്സ് ആൻഡ് ഫൈലോജനറ്റിക് ട്രീ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ക്ലാഡിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ക്ലെയ്ഡ് എന്താന്നുള്ളത് ഉറപ്പായിട്ടും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. 5 കിങ്ഡംസും അതിലുള്ള സ്പെഷ്യാലിറ്റീസും എക്സാമ്പിൾസ് പഠിക്കുക. അതോടൊപ്പം തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്, സയന്റിസ്റ്റിന്റെ പേര്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മാത്രമല്ല 2 കിങ്ഡം ഉണ്ട്, 3 കിങ്ഡം, 4 കിങ്ഡം, ഇതെല്ലാം ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് ഹോമോനിംഫി, അതുപോലെ തന്നെ സിനോനിംഫി, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. DNA ബാർകോഡിംഗ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. DNA ബാർകോഡിംഗ്, DNA ബാർകോഡിംഗിൽ യൂസ് ചെയ്യുന്ന സീക്വൻസ് ഏതാണെന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഫൈനലി ടൈപ്പ് സ്പെസിമെൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ടും ഹോളോ ടൈപ്പ്, ലെക്ടോ ടൈപ്പ്, നിയോ ടൈപ്പ്, ഇതെല്ലാമാണ് ടൈപ്പ് സ്പെസിമെനിൽ ചോദിക്കാറുള്ളത്. ടാക്സോണമി റിലേറ്റ് ചെയ്തിട്ട് 2 ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യമാണ് DNA ബാർകോഡിംഗ് ഇൻവോൾവ് സീക്വൻസിങ് എ ഷോർട്ട് ഫ്രാഗ്മെന്റ് ഓഫ് മൈറ്റോകോൺഡ്രിയൽ. അതിൽ ഡിഫറെന്റ് സീക്വൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സൈറ്റോക്രോം C ഓക്സിഡേസ് സബ് യൂണിറ്റ് 1. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, സൈറ്റോക്രോം C ഓക്സിഡേസ് സബ് യൂണിറ്റ് 1. അടുത്ത ചോദ്യമാണ് ടാക്സോണമിക് ഗ്രൂപ്പ് ഓഫ് എനി റാങ്കേഴ്സ്. ഇതിൽ ഓപ്ഷൻസിൽ വന്നിരിക്കുന്ന ടാക്സൺ, റേസ്, ട്രൈബ്, വെറൈറ്റി. ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ടാക്സൺ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഈ ഡിഫറെന്റ് റാങ്ക്സ് എന്ന് പറയുന്നത് ഹൈറാർക്കിയിലെ ഡിഫറെന്റ് കാറ്റഗറീസ് ആണ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഇതൊക്കെയാണ് ഓരോ റാങ്ക്സ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഓരോ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ടാക്സൺ. അതായത് കിങ്ഡം എന്ന് പറയുന്നത് ഒരു ടാക്സൺ ആണ്, ഫൈലം എന്ന് പറയുന്നത് ഒരു ടാക്സൺ ആണ്, ഓർഡർ ഒരു ടാക്സൺ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എവല്യൂഷൻ ആണ്. എവല്യൂഷനിൽ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ്. തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്, യൂറി മില്ലർ എക്സ്പെരിമെന്റ്. യൂറി മില്ലർ എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജനറ്റിക് ഡ്രിഫ്റ്റ്, ബോട്ടിൽ നെക്ക് എഫക്ട്, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം, ഇത് മൂന്നും പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. ന്യൂട്രൽ തിയറി, മോളിക്കുലാർ ക്ലോക്ക്, കൺവേർജന്റ് ആൻഡ് ഡൈവേർജന്റ് എവല്യൂഷൻ, അതിന്റെ എക്സാമ്പിൾസ് എല്ലാം നോക്കുക. അടുത്തതാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ജിയോളജിക്കൽ ടൈം സ്കെയിൽ റിലേറ്റ് ചെയ്തിട്ട് ചോദ്യം വരാറുണ്ട്. പ്രധാനമായിട്ടും അതിന്റെ പീരിയഡ്സിന്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഏജ് ഓഫ് ഫിഷസ് എന്നറിയപ്പെടുന്ന ഏത് പീരിയഡ് ആണ്, ഏജ് ഓഫ് ആംഫീബിയൻസ് എന്നറിയപ്പെടുന്നത് ഏത് പീരിയഡ് ആണ്,
അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. എവല്യൂഷൻ റിലേറ്റ് ചെയ്തിട്ട് 2 ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദീസ് പീരിയഡ് ഈസ് നോൺ ആസ് ഏജ് ഓഫ് ആംഫീബിയൻസ്? ഇതിൽ 4 പീരിയഡ്സ് കൊടുത്തിട്ടുണ്ട്. സിലൂറിയൻ, ഓർഡോവീസിയൻ, കാർബോണിഫറസ് ആൻഡ് പെർമിയൻ. ഏജ് ഓഫ് ആംഫീബിയൻസ് എന്നറിയപ്പെടുന്നത് കാർബോണിഫറസ് ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ വിങ്സ് ഓഫ് ഇൻസെക്ട് ആൻഡ് ബാറ്റ്സ് റെപ്രസെന്റ് എ കേസ് ഓഫ്? ഓപ്ഷൻസിൽ ഡൈവേർജന്റ് എവല്യൂഷൻ, കൺവേർജന്റ് എവല്യൂഷൻ, പാരലൽ എവല്യൂഷൻ ആസ് വെൽ ആസ് ന്യൂട്രൽ എവല്യൂഷൻ. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. കൺവേർജന്റ് എവല്യൂഷൻ ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്നത് എക്കോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എത്തോളജി ആണ്. എക്കോളജിയിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് എക്കോളജിക്കൽ പിരമിഡ്സ്, എക്കോളജിക്കൽ സക്സഷൻ, ആനിമൽ ഇന്ററാക്ഷൻ. ആനിമൽ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ മ്യൂച്വലിസം, കമൻസാലിസം, അമൻസാലിസം, അതിന്റെ എക്സാമ്പിൾസ്. പൊല്യൂഷൻ, പൊല്യൂഷനിൽ മെയിൻ ആയിട്ട് പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഏജന്റ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. മേജർ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അതായത് ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ് തുടങ്ങിയ ഇഷ്യൂസ്. മേജർ എൻവയോൺമെന്റൽ കൺവെൻഷൻസ്, ഓരോ കൺവെൻഷൻസും അതെന്തിനു വേണ്ടിയിട്ടാണ് ആ കൺവെൻഷൻസ് നടത്തപ്പെട്ടത്, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നടത്തപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുക. ബയോഡൈവേഴ്സിറ്റിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ, അതിന്റെ എക്സാമ്പിൾസ്. എത്തോളജിയിൽ ടൈപ്സ് ഓഫ് ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഹാബിറ്റുവേഷൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇംപ്രിന്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇൻസൈറ്റ് ലേണിംഗ്, ഇതെല്ലാമാണ് ലേണിംഗിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ മൈഗ്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആനിമൽ മൈഗ്രേഷൻ, അതിൽ തന്നെ ഫിഷിന്റെ മൈഗ്രേഷൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇറ്റായ് is caused by the pollution of which metal? ഇവിടെ മെറ്റൽസ് തന്നിരിക്കുന്നത് ഓപ്ഷൻസിലുള്ളത് ലെഡ്, കാഡ്മിയം, സിങ്ക് ആൻഡ് മെർക്കുറി. ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാഡ്മിയം ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ്, വിച്ച് ഓഫ് ദീസ് എക്കോളജിക്കൽ പിരമിഡ് ഈസ് ഓൾവേസ് അപ്രൈറ്റ്? വിച്ച് ഓഫ് ദീസ് എക്കോളജിക്കൽ പിരമിഡ് ഈസ് ഓൾവേസ് അപ്രൈറ്റ്? പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി ആൻഡ് ഓൾ ഓഫ് ദീസ്. അപ്പോൾ എപ്പോഴും അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത് പിരമിഡ് ഓഫ് എനർജി ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ എക്സിറ്റു കൺസർവേഷൻ? ഇതിൽ ഓപ്ഷൻസ് വരുന്നത് നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് സൂ. എക്സിറ്റു കൺസർവേഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ശരി ഉത്തരം എന്ന് പറയുന്നത് സൂ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദീസ് ഈസ് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ലേണിംഗ്? ഹാബിറ്റുവേഷൻ, ഇംപ്രിന്റിംഗ്, ലേറ്റന്റ് ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്. ഏറ്റവും സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഹാബിറ്റുവേഷൻ ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ടോപ്പിക് ഫിസിയോളജി ആണ്. ഫിസിയോളജിയിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ന്യൂട്രീഷനിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്, അതിന്റെ എൻസൈംസ്, എൻസൈംസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. റെസ്പിറേഷൻ, റെസ്പിറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ബോർ എഫക്ട്, ഓക്സി ഹീമോഗ്ലോബിൻ കർവ് തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സർക്കുലേഷൻ, സർക്കുലേഷനിൽ ഏറ്റവും ആദ്യം സ്ട്രക്ചർ ഓഫ് ഹാർട്ട് അറിഞ്ഞിരിക്കണം. അതിനോട് റിലേറ്റ് ചെയ്തിട്ട് കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ടും ഇമ്പോർട്ടന്റ് ആണ്. സർക്കുലേഷനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ECG. ECG വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് എക്സ്ക്രീഷൻ ആണ്. എക്സ്ക്രീഷനിൽ പാറ്റേൺസ് ഓഫ് നൈട്രജൻ എക്സ്ക്രീഷൻ, ദെൻ അൾട്രാ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മസിൽ ഫിസിയോളജിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സാർക്കോമിയർ. ന്യൂറോ ഫിസിയോളജി, ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. എൻഡോക്രൈനോളജി, എൻഡോക്രൈനോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യം വരാറുള്ളതാണ്. ഹോർമോണൽ ഡിസോർഡേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹോർമോൺസും അതിന്റെ ഡിസോർഡേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി, റീപ്രൊഡക്റ്റീവ് ഫിസിയോളജിയിലും റീപ്രൊഡക്ഷന്റെ ഹോർമോണൽ കൺട്രോളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ്, സാർക്കോമിയർ റൺസ് ഫ്രം? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സാർക്കോമിയർ റൺസ് ഫ്രം ഇസഡ് ലൈൻ ടു നെക്സ്റ്റ് ഇസഡ് ലൈൻ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എപ്പിനെഫ്രിൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് അമിനോ ആസിഡ്? എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഹോർമോൺ ഏത് അമിനോ ആസിഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ഇവിടെ 4 അമിനോ ആസിഡ്സ് കൊടുത്തിട്ടുണ്ട്.
Here the right answer is option C. Tyrosine is the right answer. ഇമ്മ്യൂണോളജിയിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് എപ്പിടോപ്പ്, പാരാടോപ്പ്, ഹാപ്റ്റൻ. അത് മൂന്ന് ചെറിയ ടേംസ് ആണ്. അതെന്താന്നുള്ളത് പഠിച്ചു വയ്ക്കുക. MCQ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ലൈക്ക് IgA, IgM, IgG. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പ്രാവശ്യവും ഇമ്മ്യൂണോഗ്ലോബുലിൻ ബേസ് ചെയ്തിട്ട് ചോദ്യം വരാറുണ്ട്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസസ്, MHC 1 and 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെങ്കിലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി 1 ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ ദാറ്റ് റിലീസ് ഇൻ ഹിസ്റ്റമിൻ റിലീസ്. ഓപ്ഷൻസിൽ IgA, E, IgG, IgM 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതില് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ IgE ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദീസ് ഈസ് നോൺ ആസ് ആന്റിജനിക് ഡിറ്റർമിനന്റ്? ഓപ്ഷൻസ് ഹാപ്റ്റൻ, എപ്പിടോപ്പ്, പാരാടോപ്പ്, അഗ്രിടോപ്പ്. ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, എപ്പിടോപ്പ്. ഡെവലപ്മെന്റൽ ബയോളജിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ട 3 ടോപ്പിക്സ് ആണ് ക്ലീവേജ്, ബ്ലാസ്റ്റുല ആൻഡ് ഗാസ്റ്റുല. അതിന്റെ എല്ലാം ഡിഫറെന്റ് ടൈപ്സ്, അതിന്റെ എക്സാമ്പിൾസ് വ്യക്തമായിട്ട് പഠിക്കുക. ടൈപ്സ് ഓഫ് പ്ലാസന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അർഹനോട്ടോക്കി, ടെലിടോക്കി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2 ടേംസ് ആണ്. അത് രണ്ടും പാർത്തനോജനസിന്റെ 2 ടൈപ്സ് ആണ്. ഫെയ്റ്റ് മാപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് എക്ടോഡം, എൻഡോഡം, മീസോഡം ഈ 3 ജേം ലെയേഴ്സിൽ നിന്ന് ഏതൊക്കെ പാർട്സ് ആണ് ഫോം ചെയ്യുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഫെയ്റ്റ് മാപ്പ്. Question, heart is derived from which of these germ layers? Options ectoderm, endoderm, mesoderm, epiderm. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. മീസോഡോം is the right answer. അടുത്ത ചോദ്യം, if male is developed from unfertilized egg, the form of parthenogenesis is termed as. ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് അർഹനോട്ടോക്കി, ടെലിടോക്കി, ഡ്യൂട്ടറോട്ടോക്കി, none of these. സോ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്ന് മെയിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പാർത്തനോജനസിസിനെ എന്താണ് വിളിക്കുന്നത്? The right answer is അർഹനോട്ടോക്കി. ഓപ്ഷൻ എ is the right answer. ബയോകെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിൽ തന്നെ ഗ്ലൈക്കോലിസിസ്, ക്രെബ്സ് സൈക്കിൾ, ഗ്ലൂക്കോനിയോജനസിസ്, ഗ്ലൈക്കോജീനോലൈസിസ്, ഗ്ലൈക്കോജനസിസ് ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിന്റെ എല്ലാ സ്റ്റെപ്സും, ഏതൊക്കെ എൻസൈംസ് ആണ് അതിൽ ആക്ട് ചെയ്യുന്നത്, നെറ്റ് ATP പ്രൊഡക്ഷൻ, ഇതിന്റെ ലൊക്കേഷൻ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് പ്രോട്ടീന്റെ പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി, ക്വാട്ടർണറി സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ബോൺസ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റമിൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നതാണ് എൻസൈംസിന്റെ ഡിഫറെന്റ് ക്ലാസ്സസ്, ദെൻ മൈക്കൽസ് മെന്റൻ ഇക്വേഷൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ് വിമാക്സ് എന്താണെന്നുള്ള ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹിബിഷൻസ്, അതും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുള്ളതാണ്. Question, the hormone that initiate gluconeogenesis. ഇവിടെ 4 ഹോർമോൺസ് കൊടുത്തിട്ടുണ്ട്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, തൈറോയിഡ് ആൻഡ് ഗ്രോത്ത് ഹോർമോൺ. സോ ഗ്ലൂക്കോനിയോജനസിസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ഗ്ലൂക്കഗോൺ is the right answer. അടുത്ത ചോദ്യമാണ്, the secondary structure of protein is stabilized by. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട്, സൾഫൈഡ് ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട്, അയണിക് ബോണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, സെക്കൻഡറി സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. Here the right answer ഹൈഡ്രജൻ ബോണ്ട് ആണ്. ഓപ്ഷൻ എ is the right answer. ബയോഫിസിക്സ് ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. ബയോഫിസിക്സിലെ മൈക്രോസ്കോപ്പി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. മൈക്രോസ്കോപ്പിന്റെ ഡിഫറെന്റ് പാർട്സും അതിന്റെ ഫംഗ്ഷൻസും. Then phase contrast, fluorescent microscope, SEM and TEM, transmission and scanning electron microscope, അതിന്റെ എല്ലാ ഫംഗ്ഷൻസ് അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കുക. ക്രോമാറ്റോഗ്രഫിയിൽ HPLC ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. HPLCയുടെ എല്ലാം എക്സ്പാൻഷൻ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഇലക്ട്രോഫോറസിസിൽ SDS പേജും ഇമ്പോർട്ടന്റ് ആണ്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിൻ മീഡിയൻ മോഡ് അതിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. പ്രോബ്ലംസ് പരിശീലിക്കുക.
Then standard deviation important ആണ്. Standard deviation problems ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല, പക്ഷെ അതെന്താന്നുള്ളത് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. The microscope that helps to see live unstained organism. Options: light microscope, phase contact microscope, fluorescent microscope, SEM. So live unstained organism നമുക്ക് ഏത് മൈക്രോസ്കോപ്പിലൂടെയാണ് കാണാൻ സാധിക്കുന്നത്? ശരി ഉത്തരം ഫേസ് കോണ്ടാക്ട് മൈക്രോസ്കോപ്പ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, the value that appears most often in the set of data value: mean, median, mode, standard deviation. The right answer is option C. Mode is the right answer. Genetics and biotechnology. ജനറ്റിക്സിൽ ക്രോമസോമൽ അബറേഷൻ, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്, ലയോൺ ഹൈപ്പോത്തിസിസ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ മ്യൂട്ടേഷൻ, ടൈപ്സ് ഓഫ് മ്യൂട്ടേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ടും ട്രാൻസിഷൻ, ട്രാൻസ്വേർഷൻ, പോയിന്റ് മ്യൂട്ടേഷൻ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോടെക്നോളജിയിൽ വെക്ടേഴ്സ്, പ്ലാസ്മിഡ്, കോസ്മിഡ്, ഷട്ടിൽ വെക്ടേഴ്സ്, അതെല്ലാം റിപ്പീറ്റഡ് ചോദ്യമാണ്. വെക്ടേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് പ്ലാസ്മിഡും കോസ്മിഡും ഷട്ടിൽ വെക്ടേഴ്സും. then RFLP, RAPD, AFLP, അതിന്റെ എല്ലാ എക്സ്പാൻഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. DNA ഫിംഗർ പ്രിന്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അതിലേത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കുക. DNA സീക്വൻസിങ് മെത്തേഡ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണമെന്നില്ല. 2 ടൈപ്പ് ഓഫ് സീക്വൻസിങ് മെത്തേഡ് ആണ്. ആ 2 ടൈപ്സ് ആണ് നോക്കേണ്ടത്. അതിൽ തന്നെ സാങ്കേഴ്സ് മെത്തേഡ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. PCR ഇമ്പോർട്ടന്റ് ആണ്. PCR-ന്റെ എല്ലാം ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് ചോദ്യം വരാറുണ്ട്. then ബ്ലോട്ടിംഗ് ടെക്നിക്സും, ബ്ലോട്ടിംഗ് ടെക്നിക്സും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അത്രയും നോക്കിയാൽ മതിയാവും. Questions: XXY in man indicates. Options: Down syndrome, Edwards syndrome, Klinefelter syndrome, Turner syndrome. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. XXY in man indicates റൈറ്റ് ആൻസർ Klinefelter syndrome ആണ്, ഓപ്ഷൻ സി. അത് മാത്രമല്ല ബാക്കിയുള്ള 3 ഓപ്ഷൻസ് ഡൗൺസ്, എഡ്വേർഡ്, ടേണർ, അതെന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. രണ്ടാമത്തെ ചോദ്യം, ഡൈഡിയോക്സി ചെയിൻ ടെർമിനേഷൻ മെത്തേഡ് is also known as Maxam Gilbert method, Sankers method, sequencing method, auto sequencing. So dideoxy chain termination method is also known as Sankers method. Option B ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. സെൽ ബയോളജി, മോളിക്കുലർ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് സിലബസിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്സ് ആണ്. സെൽ ബയോളജിയിലെ സെൽ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചറും അതിന്റെ ഫങ്ഷൻസ്. മൈറ്റോസിസ് ആൻഡ് മിയോസിസ്, മിയോസിസിൽ തന്നെ പ്രോഫേസ് 1ന്റെ ഡിഫറെന്റ് സ്റ്റേജസ്, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്, ദ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. മോളിക്കുലർ ബയോളജിയിൽ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. എൻസൈംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ബയോ ഇൻഫർമാറ്റിക്സ്, ബയോ ഇൻഫർമാറ്റിക്സിൽ ഡാറ്റാബേസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റാബേസസ്, അതിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റ് ആണ്. The crossing over of chromosome during meiosis takes place during leptotin, packitine, diplotin, diakinesis. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പാക്കറ്റിൻ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റോ ഫാക്ടർ ഈസ് റിക്വയർഡ് ഫോർ ദി ടെർമിനേഷൻ ഓഫ്. റോ ഫാക്ടർ റിപ്പീറ്റഡ് ഒരു ചോദ്യമാണ്. റോ ഫാക്ടർ ഈസ് റിക്വയർഡ് ഫോർ ദി ടെർമിനേഷൻ ഓഫ് replication, transcription, translation, transition. Here the right answer is option B. Transcription ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്.